ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉലുവ വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ. അതായത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് പാർന്നിട്ട് നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാണ് നമ്മളെ ഉലുവ വെള്ളം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് കുടിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അയണും പ്രോട്ടീനും ഫൈബർ അതുപോലെ തന്നെ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് തലേ ദിവസം തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ 5-6 വിസിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല രീതിക്ക് തന്നെ വേവിച്ചെടുത്താലേ ഉള്ളൂ ഇത് നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഞാനിതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു തേങ്ങ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാം പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1ാം പാലും നമ്മളും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് ഒരു 3 കയ്യിൽ ഞാൻ ഈ അരക്കുന്നേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉലുവ വെള്ളം മാത്രമായിട്ട് എടുക്കണില്ല കേട്ടോ. ഇത് കംപ്ലീറ്റ് നമ്മൾ അരച്ചിട്ട് അത് ഫുള്ള് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അല്ലാതെ ഈ ഉലുവ മാത്രം മാറ്റിയിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഫുള്ളായിട്ട് ഈ ഉലുവ എടുക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ 3 കയ്യിൽ ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം മാത്രമാണ് ഞാൻ അതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരുടെ കണക്കിനനുസരിച്ചിട്ട് നിങ്ങളിത് കൊടുത്താൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഒരു 5-6 ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അത് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇതേ 3 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് മിക്സിയിൽ ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ 1ാം പാലുണ്ടല്ലോ അതാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1ാം പാലും 2ാം പാലും മാറ്റി വെക്കുക കേട്ടോ. ഇത് അരച്ചെടുക്കണമെന്ന് നിർബന്ധമല്ല. അത് നമ്മൾ മറ്റേത് അരച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് 1ാം പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ഗുണമുള്ള ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതെല്ലാവരും കുടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഊരവേദനയൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലാസ്സിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. 6-7 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 4 വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയ പാടന്നെ നമ്മൾ കുടിക്കണം കേട്ടോ, എന്നാലുള്ളൂ രസം ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ അതൊരു വഴുവഴുപ്പായിട്ട് പിന്നെ ഒരു കൊഴുപ്പടങ്ങിയ പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് കുടിക്കുമ്പോൾ തന്നെ നമുക്കത് മടുക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാടന്നെ അങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശർക്കര പാനി ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ശർക്കരൻ്റെ ആവശ്യമൊന്നുമില്ല. ആളുകൾക്കൊക്കെ കുടിക്കാനായിട്ട് ഈ ഒരു ഉലുവ വെള്ളം ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.